ഇന്നും പണ്ടും ഇല്ലാതെ ഇന്ന് ഈ നേരത്തെ എണീറ്റത്. ഇന്ന് നമ്മുടെ സ്കൂളിലെ ഇഫ്താർ വിരുന്നാണേ. അപ്പം നമ്മൾ കുറച്ച് പേരൊക്കെ നോമ്പെടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി എണീറ്റതാണ് കേട്ടോ. എനിക്ക് ശരിക്കും വിശക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ചോറുണ്ടാ വിശക്കില്ല എന്നെല്ലാവരും പറഞ്ഞു. ഞാനും നേരത്തെ എണീറ്റ് ചോറൊക്കെ ഉണ്ണാൻ വേണ്ടി റെഡിയായതാണേ. തലേ ദിവസം രാത്രി തിളപ്പിച്ച് വെച്ച ചോറുണ്ടായിരുന്നു. എനിക്ക് മീൻ കറി, മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കി. സത്യം പറഞ്ഞാൽ ഈ നേരത്തെ ഫുഡൊന്നും കഴിച്ചാൽ പോവില്ല, പക്ഷേ വിശക്കാതിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് എങ്ങനെയൊക്കെയോ കട്ടൻ ചായ ഒക്കെ കൂട്ടി ഫുഡ് കഴിച്ചു. അപ്പോഴത്തേനും ബാങ്ക് വിളിക്കുന്ന സൗണ്ടൊക്കെ വന്നു കേട്ടോ. പിന്നെ നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേ ഞാൻ പോയി കിടന്നുറങ്ങി. പിന്നെ എണീറ്റത് കുറച്ച് ലേറ്റായിട്ടാണ്. പിന്നെ എനിക്ക് ഏട്ടനും കുട്ടിക്കുള്ള ഫുഡ് ഉണ്ടാക്കലും തിരക്കൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി. ഇന്ന് കുറച്ച് അധികം ഒരുങ്ങി. എന്തായാലും ഇഫ്താറൊക്കെ അല്ലേ എന്നൊക്കെ കരുതി കുറച്ചധികം ഒരുങ്ങി സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ നമുക്കിന്ന് ഉച്ചവരെ സ്കൂളുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇന്ന് നമ്മുടെ സ്കൂളിലെ ഇഫ്താർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. നമുക്ക് അതായിരുന്നു ഒന്നും കൂടെ നമ്മൾ ചൂസ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയമുണ്ടല്ലോ, എല്ലാവരും നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സും ആൻറ്റീസും ഡ്രൈവർ അങ്കിൾമാരും എല്ലാവരും കൂടെ ഒരുമിച്ച്, ഇപ്പോഴേ ഈ കാണുന്നത് ഞങ്ങളുടെ പ്രിൻസിപ്പളാണ്, ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് സ്നാക്സും ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമല്ലേ. കാരണം നോമ്പെടുത്ത ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഒരുമിച്ച് നമുക്ക് സാധാരണ സ്കൂൾ ഡേയ്സിൽ ഇത്രയും ടൈമൊന്നും കൂടുതൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതേ നമ്മുടെ സ്റ്റാഫും എല്ലാവരും വീട്ടിൽ സഹായിക്കുന്നവരും ഉണ്ട്, സഹായിക്കാത്തവരും ഉണ്ട്, ആദ്യമായിട്ട് ഇതൊക്കെ പഠിക്കുന്നവരും ഉണ്ട്. ഇങ്ങനെ എല്ലാവരും ഈ ഒരു ദിവസം ഈ ഒരു ഇഫ്താർ വിരുന്നിൻ്റെ ഭാഗമായിരിക്കും കേട്ടോ. ഈ ഒരു സമയമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ തന്നെ ചിലപ്പോൾ മറന്നു പോകും നമ്മളൊക്കെ ടീച്ചേഴ്സാണോ എന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് കുട്ടികളോ ആരും ഇല്ലല്ലോ ഇവിടെ, നമ്മൾ മാത്രമല്ലേ ഉള്ളു. ഇവിടെ ആദ്യമായിട്ട് പരത്തുന്നതിൻ്റെ ഓരോ തിരക്കുകളാണ് കേട്ടോ കാണുന്നത്. ചിലവരൊക്കെ ആദ്യമായിട്ട് അടുക്കളയിൽ കയറുന്നവരുണ്ട്, പ്രത്യേകിച്ചത് ഈ സ്റ്റാഫ്. ചിലപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ മാത്രം പ്രത്യേകതയാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോകും കേട്ടോ. കാരണം ഇവിടെ നമുക്ക് എല്ലാവരും ഒരുപോലെയാണ്. നമുക്ക് എല്ലാവരും ഒരേപോലെ എല്ലാത്തിനും ഒരുമിച്ച് നിൽക്കുന്ന ടീച്ചേഴ്സാണ് കേട്ടോ ഇവിടെ എല്ലാവരും. ടീച്ചേഴ്സ് മാത്രമല്ല, നമ്മുടെ ആൻറ്റിമാരും ഡ്രൈവേഴ്സും എല്ലാവരും അങ്ങനെയാണ്. നമ്മുടെ സ്കൂളിനെ പറയുക തന്നെ ഹിൽ ടോപ്പ് ഫാമിലി എന്നാണ്. അല്ലെങ്കിൽ പിന്നെ ഈ വിറകിടപ്പിൽ ഇങ്ങനെയൊക്കെ പണിയെടുക്കാൻ ആരെങ്കിലും റെഡി ആവുമോ? പക്ഷേ ഇതും നമ്മൾ നന്നായി എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നുള്ളത്. ഈ സമയത്ത് നമ്മുടെ കുറച്ച് ടീച്ചേഴ്സ് ഇതേ ഇവിടെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതിൻ്റെയും ജ്യൂസ് കലക്കുന്നതിൻ്റെയും നമ്മുടെ സമൂസ ഉണ്ടാക്കുന്നതിൻ്റെയും ഇങ്ങനെ ഓരോരുത്തർ ഓരോരോ ഭാഗങ്ങളിൽ തിരക്കിലായിരിക്കും കേട്ടോ. അതൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ വക ചെറുതായിട്ടൊരു ഇഫ്താർ മെസ്സേജ് നമ്മുടെ മാനേജ്മെൻറ്റിൽ എല്ലാവരും കൂടെ ഉണ്ടായി. ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഇരുന്ന് അവരുടെ എക്സ്പീരിയൻസും നമ്മുടെ ഒരു മെസ്സേജ് പാസ് ചെയ്യുക, ഇതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുമായിരുന്നേ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും എല്ലാവരും വന്നു. അപ്പോൾ എല്ലാവരും വന്ന് ജസ്റ്റ് മാനേജ്മെൻറ്റ് ഈ ഒരു ഇഫ്താർ ഡേ അല്ലെങ്കിൽ ഒരു നോമ്പ് കാലത്തെ അതിൻ്റെ പരിശുദ്ധിയെയും അതിൻ്റെ പ്രത്യേകതകളും അത് അറിയാത്തവർക്ക് പറഞ്ഞു തരുന്നതും ഇതൊക്കെ കുറച്ച് സമയം ഉണ്ടായിരിക്കും. അത് കഴിയുമ്പോൾ നമുക്കും നമ്മുടെ എക്സ്പീരിയൻസുകൾ പറയാം. അങ്ങനെ ഞാനും കുറച്ച് നമ്മുടെ ഹിൽ ടോപ്പിൽ വന്നതിൻ്റെ ഈ ഒരു നോമ്പിൻ്റെ ഇങ്ങനെ എക്സ്പീരിയൻസുകളൊക്കെ പറയും. എല്ലാവരും പറയും കേട്ടോ. അതൊക്കെ തീർന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് കറക്റ്റ് ടൈമായിരുന്നു. പിന്നീട് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി പോയിരുന്നു. പിന്നെ ആ നോമ്പ് തുറക്കലും കൂടെ ഭക്ഷണം കൂടെ കഴിക്കുക, ഇതായിരുന്നു ഇന്ന് നമ്മുടെ ഹിൽ ടോപ്പിലെ നോമ്പ്. അങ്ങനെ ഞാനും ഇന്നത്തെ എൻ്റെ നോമ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് കൂടാനും സന്തോഷിക്കാനുള്ള അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്.